ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു മോർണിംഗ് വ്ളോഗാണ്. രാവിലെ തന്നെ പുറത്തിറങ്ങി കുറച്ച് വെയിലൊക്കെ കൊള്ളുവാണ്. അപ്പോഴത്തേക്കും നമ്മുടെ ഗസ്റ്റ് ഇവിടെ എത്തിയിട്ടുണ്ട്. പൊതുവെ ആശൻ വൈകിട്ട് ചായ കുടിക്കാറാണ് വരാറ്. ഇപ്പോൾ എന്തോ ഇടയ്ക്കിടെ രാവിലെയും ഉച്ചയ്ക്ക് എല്ലാം വരുന്നുണ്ട്. മാത്രമല്ല ഞാൻ ഇല്ലായിരുന്നല്ലോ ഇവിടെ കുറേ ദിവസം. ഇന്നലെ രാത്രിയാണ് ഞാൻ റൂമിൽ നിന്ന് തിരിച്ചെത്തിയത്. അയ്യോ, നമ്മുടെ മെയിൻ സാധനം പറയാൻ മറന്നുപോയി. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഗൈസ്. ഇവിടെ ഭയങ്കര വിൻ്റർ ആണേ. അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. എൻ്റെ ഡ്രൈ സ്കിൻ ആയതുകൊണ്ട് ഭയങ്കര ഡ്രൈ ആയി. ഇതാ എൻ്റെ ചുണ്ടൊക്കെ പൊട്ടിയൊരു പരുവായിട്ട് ഇരിക്കുവാണ്. അപ്പോൾ ചേട്ടൻ നാട്ടിൽ നിന്ന് വന്നപ്പോൾ എനിക്ക് ചുണ്ടിലിടാൻ എന്താ മരുന്നൊക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ട് ഡോക്ടറിൻ്റെ കയ്യിൽ നിന്ന്. അപ്പോൾ അതൊക്കെ ഞാൻ ഇട്ടുകൊണ്ടിരിക്കുവാണ്. ഇത് കുറയുമോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം, കാരണം ഭയങ്കര ഡ്രൈ ആണ്. ഇതാ പൂച്ചയ്ക്ക് സ്നേഹം കൂടി എൻ്റെ കാലൊക്കെ നക്കി നിൽക്കുവാണ്. 4 ദിവസം വീട്ടിലില്ലാത്തതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി ഇതൊന്ന് അടിച്ച് വാരി എടുത്ത് സെറ്റപ്പ് ആക്കണം. ഭയങ്കര ഹോംലി പെറ്റാണ് കേട്ടോ ഈ പൂച്ച. സത്യം പറഞ്ഞാൽ എനിക്ക് പൂച്ച അധികമൊന്നും ഇഷ്ടമല്ല. ഈ റീൽസിലും സ്റ്റിക്കറിലും കണ്ടാണ് പൂച്ചയുടെ കാര്യങ്ങൾ ഞാൻ കൂടുതലായിട്ട് അറിയാൻ തുടങ്ങിയത്. ഭയങ്കര ക്യൂട്ടല്ലേ. പക്ഷേ ഈ പൂച്ചയായിട്ടാണ് ഞാൻ ആദ്യമായിട്ട് ഇത്ര ക്ലോസ് ആവുന്നത്. നമ്മുടെ അടുത്തൊന്നും മാറത്തേയില്ല. നമ്മളെവിടെ പോകുന്നു അവിടെ നമ്മുടെ കൂടെ വരും. മാത്രമല്ല ഞാൻ കണ്ടിട്ടുള്ളതും ഈ കേരളത്തിലേക്ക് നമ്മുടെ വീട്ടിലേക്ക് നാടൻ പൂച്ചകളെയാണ്. ഈ പേർഷ്യൻ ക്യാറ്റിനെയൊക്കെ ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ നേരിൽ കാണുന്നത്. ഭയങ്കര പഞ്ഞക്കുട്ടിനെ പോലെ ഇരിക്കണേ. മാത്രമല്ല ഭയങ്കര സ്നേഹമാണ്. ഇവളല്ല കേട്ടോ, ഇവനാണേ. നമ്മളത് ഇവളെന്നാ വിചാരിച്ച്. പേരൊന്നും ഇല്ല. ഇത് അറബി പൂച്ച ആയതുകൊണ്ട് ഇതിനെ എന്ത് വിളിച്ച് അടുത്ത് വരുത്തണമെന്നും നമുക്കറിയണ്ട. പക്ഷെ ആദ്യമൊക്കെ കുറച്ചൊരിതുണ്ടായിരുന്നു. പിന്നെ അത് നമ്മളടുത്ത് വന്ന് ഭയങ്കര സ്നേഹമാണ്. നമ്മളെ കൂടെ ഇങ്ങനെ ഇരിക്കും. അതായത് ആരെങ്കിലും ഉള്ള സ്ഥലത്ത് ഇത് ഇരിക്കത്തുള്ളൂ നിൽക്കത്തുള്ളൂ അങ്ങനത്തെ ഒരു ടൈപ്പാണ്. ഞാൻ എന്താ എൻ്റെ സെറ്റിയിൽ ഷീറ്റൊക്കെ ഇതാ നന്നായിട്ട് വിരിച്ചിട്ട് തൂക്കുവാണ്. അത്യാവശ്യം നല്ല പൊടി ഉണ്ടായിരുന്നു, കാരണം കുറേ ദിവസമായല്ലോ ഇത്. വേറെ ഒന്നുമല്ല, എവിടെ നോക്കിയാലും എൻ്റെ മുടി മാത്രമേ ഉള്ളൂ. ഇവിടെ വന്നതിന് ശേഷം എനിക്ക് വന്ന ഏറ്റവും വലിയ ദുഃഖമെന്ന് പറയുന്നത് എൻ്റെ മുടിയിലെ പാതി ഇപ്പം ഇല്ല ഗൈസ്. കാരണം നല്ലപോലെ മുടി കൊഴിയുന്നുണ്ട്. ഇവിടുത്തെ വെള്ളമെന്ന് പറയുന്നത് ഭയങ്കര ഒരുമാതിരത്തെ വെള്ളമാണ്. അപ്പോൾ ഭയങ്കര ചൂടുമാണ്. ഹീറ്റർ ഇട്ടില്ലെങ്കിൽ പോലും ചൂടാണ്. അപ്പോൾ ബക്കറ്റിലൊക്കെ കുറേ നേരം പിടിച്ച് വെച്ചിട്ട് മാത്രമേ നമുക്ക് കുളിക്കാനും പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ആഴ്ചയിൽ ഒരു 3 ദിവസമൊക്കെ തല നനയ്ക്കാറുള്ളൂ. അല്ലെങ്കിലും ഞാൻ അങ്ങനെയാണ്. അങ്ങനത്തെ തൂത്തൊക്കെ ഇറക്കിയതിന് ശേഷം ഞാൻ എന്താ ഒരു ഷാംബ്രാണി തിരി കത്തിച്ച് വെക്കുന്നുണ്ട്. ഇത് ബാലിയിൽ നിന്ന് വാങ്ങിയിട്ടൊന്ന ഷാംബ്രാണി തിരിയാണ്. ഇതിന് ഭയങ്കര മണമാണ്. അങ്ങനെ ഞാൻ എന്താ ക്ലീനിങ് പരിപാടിയെല്ലാം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നേരെ പോകുന്ന കിച്ചണിലോട്ടാണ്. ഇന്ന് ചെയ്യണ ഓവർ ടൈമാണ്, അതുകൊണ്ട് രാവിലെ മാത്രം പോയിട്ട് വന്നാൽ മതി. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. ഇത് ഞാൻ എടുക്കുമ്പോൾ തന്നെ ഏകദേശം ഒരു 9 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഇന്നലെ ലുലുന്ന് ചൂര മീൻ വാങ്ങിയിട്ട് വന്നു. അപ്പോൾ അതെടുത്ത് വെള്ളത്തിലിടണം. പിന്നെ ഉച്ചത്തേക്ക് കറി വയ്ക്കാനുള്ള തേങ്ങ ഇപ്പോഴേ എടുത്ത് പുറത്ത് വെച്ചാലേ നമുക്ക് ആ ടൈമിൽ നല്ല ഇതായിട്ട് കിട്ടത്തുള്ളൂ. കാരണം ഫ്രീസറിലാണ് തേങ്ങ വച്ചേക്കാറ്. അങ്ങനത്തെ സംഭവങ്ങളെല്ലാം ഞാൻ എടുത്ത് വയ്ക്കുന്നുണ്ട്. മസ്കറ്റിൽ വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ കഴിച്ചിട്ടുള്ള മീനെന്ന് പറയുന്നത് ചൂര മീനാണ്. കാരണം എനിക്കിഷ്ടം ചൂര, നെത്തോലി അങ്ങനത്തെ ടൈപ്പ് മീനാണ്. പിന്നെ ഈ അയല, കൊഴിയാളയൊക്കെ അങ്ങനെ തോന്നിയിട്ടില്ല വാങ്ങിക്കാൻ. അപ്പോൾ ചേട്ടൻ ഇന്നലെ വന്നപ്പോഴും ചൂര തന്നെയാണ് വാങ്ങിയിട്ട് വന്നത്. അതാകുമ്പോൾ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. അവരെന്നെ കട്ട് ചെയ്തെല്ലാം തരും. ജസ്റ്റ് നമ്മൾ വേണമെങ്കിൽ ഒരു കുഞ്ഞു പീസാക്കണമെങ്കിൽ നമുക്ക് വീണ്ടും ഒരു കുഞ്ഞു പീസാക്കാം. പിന്നെ നല്ലതായിട്ട് കഴുകിയെടുത്താൽ മാത്രം മതിയല്ലോ. വേറെ പ്രത്യേകിച്ച് ആ മീനിൽ വേറെ കലാപരിപാടികളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ രാവിലത്തെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പവും മുട്ടക്കറിയാണ്. ഞാൻ മുട്ട കുക്കറിൽ വെച്ചാണ് വേവിക്കാറുള്ളത്. അതാകുമ്പോൾ 2 ഫിസിൽ കേൾക്കുമ്പോഴത്തേക്കും മുട്ട വെന്ത് കിട്ടും. കൂടെ ഞാൻ കുറച്ച് ഉപ്പും കൂടെ ഇടും. അപ്പോൾ ഞാൻ എന്താ മുട്ടയൊക്കെ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ അപ്പത്തിൻ്റെ മാവ് എടുത്ത് വെളിയിൽ വെച്ചേക്കുവാണ്. ഇത് പാത്രത്തിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് അതിൻ്റെ മുകളിലാണ് അപ്പത്തിൻ്റെ മാവ് വെച്ചത്. കാരണം ഭയങ്കര തണുത്തിരിക്കുമ്പോൾ ചുടുമ്പോൾ അത് അത്ര നന്നായിട്ട് വരത്തില്ല. പൊതുവേ അപ്പം നമുക്ക് രാശിയില്ലാത്ത ഒരാളാണ്. കാരണം എപ്പോഴൊക്കെ അപ്പം ഉണ്ടാക്കിയാലും ഫ്ലോപ്പായി പോകാറാണ് പതിവ്. കുറേ ശ്രമിച്ചിട്ടുണ്ട്, ഒന്നും നടന്നിട്ടില്ല. അപ്പോൾ ഇന്നെങ്കിലും നമുക്ക് അപ്പം കറക്റ്റ് രീതിയിൽ വരണം. അപ്പോൾ അതിൻ്റെ പരിശ്രമത്തിലാണ് ഇന്ന് ഞാനും ചേട്ടനും. അപ്പോൾ ഞാനിന്ന് അപ്പം മുട്ടക്കറിയാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സവാളയൊക്കെ ഞാൻ എന്താ അരിയുന്നുണ്ട്. പിന്നെ കുറച്ച് ഇഞ്ചി, പച്ചമുളക്, തക്കാളി. പണ്ടൊന്നും ഇഞ്ചി എനിക്ക് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. കാരണം ഈ കടലക്കറി, മുട്ടക്കറി, ചിക്കൻ കറി ഇതെല്ലാം വയ്ക്കുമ്പോഴത്തേക്കും ഇഞ്ചിയുടെ വലിയ പീസ് അറിയാതെ ചിക്കൻ്റെ പീസെന്നും പറഞ്ഞെടുത്ത് കടിക്കുന്ന സ്വഭാവം എനിക്കുണ്ടായിരുന്നു. നിങ്ങൾക്കും അങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ടോ? അറിഞ്ഞുകൊണ്ടല്ല, അറിയാതെയാണ്. അങ്ങനെ ഞാൻ എന്താ വെളുത്തുള്ളിയും കൂടെ അരിയുന്നുണ്ട്. അപ്പോൾ ഇഞ്ചി, വെളുത്തുള്ളി എന്തുമാത്രം പ്രാധാന്യമാണ് ഒരു മുട്ടക്കറി, ചിക്കൻ കറി വയ്ക്കുമ്പോഴത്തേക്കും എന്നുള്ളത് ഞാൻ പിന്നെയാണ് മനസ്സിലാക്കിയത് ഗൈസ്. അങ്ങനെ ഒരു 2 ഫിസിൽ കേട്ട് മുട്ട റെഡി ആയിട്ടുണ്ട്. ഇനി ഈ ചൂടുവെള്ളത്തിൽ ഇരുന്നേനെ മുട്ടയൊന്ന് സെറ്റാവട്ടെ. അപ്പോഴത്തേക്കും നമുക്ക് അടുത്ത
പരിപാടിയിലേക്ക് കിടക്കാം. മുട്ടക്കറിക്കുള്ള ബാക്കി സംഭവങ്ങളൊക്കെ നമുക്ക് സെറ്റാക്കി എടുക്കാം. ഞാൻ ഈ കുഞ്ഞ് സ്റ്റൗവിലാണ്, അതായത് കുഞ്ഞ് ബർണറുള്ള ഇതില്ലേ, അതിലാണ് ഞാൻ ഇങ്ങനത്തെ കറികളൊക്കെ വയ്ക്കാറ്, അല്ലെങ്കിൽ കരിഞ്ഞു പോവും. ഇവിടുത്തെ ബർണറിൽ കൂടി വരുന്ന തീ എന്ന് പറയുന്നത് ജ്വലിക്കുന്ന തീയാണ് ഗൈസ്. കാരണം ഭയങ്കര തീയാണ്. നമ്മുടെ അടുത്ത് നിൽക്കുമ്പം നമുക്ക് തന്നെ കയ്യിലൊക്കെ ചൂടടിക്കും. അങ്ങനെയാണ്. അപ്പോഴത്തേക്കും എൻ്റെ ഭർത്താവ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നാട്ടിൽ നിന്ന് ഒരുപാട് സ്നാക്സുകളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ചക്ക വറ്റൽ, ചിപ്സ്, മുറുക്ക് എല്ലാം. അപ്പോൾ ഉണ്ണിയപ്പം കൊണ്ടുവന്നിട്ട് ഇതുവരെയായിട്ട് നമ്മൾ എടുത്തിട്ടില്ല. അപ്പോൾ ഇതാ ഇപ്പോഴാണ് നമ്മൾ ഉണ്ണിയപ്പം കഴിക്കുന്നത്. അത് കുറച്ചൊന്ന് ഡ്രൈ ആയി പോയിട്ടുണ്ടായിരുന്നു, നമ്മളിപ്പോൾ എടുത്തുകൊണ്ടായിരിക്കാം. അങ്ങനെ ഞാൻ എന്താ മുട്ടക്കറിക്കുള്ള സവാളയും ഉപ്പും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കൂടെ ഇട്ട് നല്ലപോലെ വശക്കുന്നുണ്ട്. കാരണം ഞാൻ ഇന്ന് കുറച്ച് ലേറ്റായി പോയി സംഭവം റെഡിയാക്കാനായിട്ട്. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഇനി ഒന്ന് സെറ്റാക്കി എടുക്കണം. എൻ്റെ ഭർത്താവിന് അധികം ധൃതിയില്ലാത്തതുകൊണ്ട് സാരമില്ല. അപ്പോൾ സവാളയൊക്കെ ഞാനവിടെ കുക്ക് ചെയ്യാൻ വേണ്ടി അടച്ചു വെച്ചിരിക്കുകയാണ്. ഇനി അപ്പം എന്ന് പറയുന്നത് നമുക്ക് ഒട്ടും, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, രാശിയില്ലാത്ത സംഭവമാണ്. കാരണം ഇവിടെ വന്നിട്ട് ഒരു 4 മാസം ആറായി, ഇതുവരെയായിട്ടും അപ്പം ഉണ്ടാക്കിയിട്ട് കറക്റ്റായിട്ട് വന്നിട്ടില്ല. എന്നൊക്കെ അപ്പം ഉണ്ടാക്കിയോ അതെല്ലാം ഫ്ലോപ്പ് ആവാറാണ് പതിവ്. അപ്പോൾ ഇന്നും കൂടി അപ്പം ശരിയായില്ലെങ്കിൽ നമ്മളിനി അപ്പത്തിന് കുറ്റം പറയില്ല, അപ്പം ചട്ടിക്കാണ് പ്രശ്നം എന്നേ കരുതത്തുള്ളൂ. അപ്പം ഒരു സ്ഥലത്ത് മുട്ടക്കറിക്കും ഒരു സ്ഥലത്ത് അപ്പത്തിനുമുള്ള സംഭവമാണ് ഞാൻ തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ കില്ലാടായതുകൊണ്ട് തന്നെ എനിക്കിത് രണ്ടും ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ പറ്റും ഗൈസ്. അതുകൊണ്ട് മാത്രമല്ല, നമുക്ക് ടൈമില്ല, അതുകൊണ്ട് ഇങ്ങനെ ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത് സംഭവം സവാള കുറച്ച് കട്ടിയായി പോയത് കൊണ്ട് വേവാൻ ഇത്തിരി ടൈം എടുക്കും. അപ്പോൾ നമുക്കിതിനെ അടച്ചു വെച്ച് നല്ലപോലെ കുക്ക് ചെയ്തെടുക്കാം. അപ്പോഴത്തേക്കും നമ്മളിതാ ഭയങ്കര ആത്മവിശ്വാസത്തോടു കൂടി മാത്രമേ അപ്പം ചൂടാൻ പാടുള്ളൂ. ഞാൻ ചട്ടിയിലേക്ക് എങ്ങനെ ഒഴിച്ചത് പരത്തി ഇങ്ങനെ ചുറ്റിച്ചെടുക്കുകയാണ്. ചുറ്റിക്കുമ്പം ഈ അപ്പത്തിൻ്റെ ഇടയിൽ ഒരു ഓട്ട വീഴുമല്ലോ, ആ ഓട്ട വീഴുന്ന കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. കാരണം ഓട്ടയുള്ള അപ്പമാണല്ലോ നമ്മളിങ്ങനെ വീട്ടിലും ഈ റെസ്റ്റോറൻറ്റിലൊക്കെ പോകുമ്പോഴും കഴിക്കാറുള്ളത്. ആ കറക്കലിൽ കുറച്ച് ആവേശം കൂടി പോയത് കൊണ്ട് കുറച്ച് മാവ് അവിടെ ഇവിടെയൊക്കെ വീഴുന്നിട്ടുണ്ടായിരുന്നു. അതിനിടയ്ക്ക് എന്തോ ഭാഗ്യത്തിൽ തീയും പിടിച്ചിട്ടുണ്ടായിരുന്നു ആ ടവലിൽ. അപ്പോൾ നമ്മൾ അപ്പം തന്നെ തുടച്ചെടുക്കണം, അല്ലെങ്കിൽ ഇത് ഭയങ്കര ഡ്രൈ ആയി ഉണങ്ങി പിടിച്ച് അവിടെ ഇരിക്കും. അപ്പോഴത്തേക്കും ഞാൻ തക്കാളിയും കൂടി ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയിട്ട് വീണ്ടും അടച്ചു വയ്ക്കുന്നുണ്ട് കുക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ അപ്പം ഇവിടെ സെറ്റായി വന്നിരിക്കുകയാണ് ഗൈസ്. അതിൻ്റെ സന്തോഷത്തിലാണ് ഞാൻ. പിന്നെ നേരത്തെ കറക്കലിൻ്റെ ആവേശം കൂടി പോയത് കൊണ്ട് അവിടെ ഇളക്കാൻ നേരത്ത് കുറച്ച് അപ്പം ഇങ്ങനെ സ്റ്റക്കായി അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അതിനെയൊക്കെ ഞാൻ ഇങ്ങനെയൊക്കെയോ സെറ്റാക്കിയൊക്കെ എടുത്തു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പവും മുട്ടക്കറിയും മുട്ടക്കറിയൊക്കെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ അതിൽ ഒരു മുട്ടയുടെ മഞ്ഞക്കൊരു ചെറുതായിട്ട് പുറത്ത് വന്നു, പക്ഷെ സാരമില്ല, എങ്ങനെ തിന്നാലും അത് മുട്ട തന്നെയാണല്ലോ. അങ്ങനെ ഞാൻ കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എടുത്ത് കഴിക്കൂ. അപ്പം അപ്പം ചെറുതായിട്ടൊന്ന് കരിഞ്ഞിട്ട് ഗൈസ്. ഉടനെ എനിക്കാണ് എടുത്ത് അപ്പോൾ ഞാൻ സാപ്പിട്ടിട്ട് വരാം ഗൈസ്. ഒരപ്പം അല്ല 2 അപ്പം ചെറുതായിട്ടൊന്ന് കരിഞ്ഞു പോയി. ആ കരിഞ്ഞു പോയ സൈഡൊക്കെ ഞാൻ ചെറുതായിട്ടെടുത്ത് കടിച്ചപ്പോൾ എനിക്ക് അതിന് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് ഞാൻ ആ കരിഞ്ഞ പീസൊക്കെ എടുത്ത് സൈഡിലോട്ട് മാറ്റി വയ്ക്കുന്നുണ്ട്. എന്തായാലും അപ്പോൾ മുട്ടക്കറി മലയാളികളുടെ വീക്ക്നെസ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. നമുക്കും നമ്മുടെ ഫേവറേറ്റ് ആണ് അപ്പോൾ മുട്ടക്കറിയും. അതുകൊണ്ട് നമ്മൾ കഴിച്ചു. കിടിലൻ ടേസ്റ്റ് ആയിരുന്നു. ഞാൻ വെച്ചതുകൊണ്ട് പറയുകയല്ല കേട്ടോ. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞു. ആശാൻ കസേരയിൽ ഇങ്ങനെ ഇരിക്കുവാണ്. 2 ആശാന്മാരും കസേരയിൽ ഇങ്ങനെ ഇരിക്കുവാണ്. ഞാനും കുറച്ച് നേരം വന്നിരുന്നു. അതിനുശേഷം എനിക്ക് കുറച്ച് തുണി നനയ്ക്കാനിടാനുണ്ടായിരുന്നു. ഓൾറെഡി ഞാൻ വാഷിംഗ് മെഷീനിൽ തുണി ഇട്ട് വെച്ചേക്കായിരുന്നു. ഇനി സംഭവം അതിന് സോപ്പ് പൊടി മാത്രം ഇട്ടാൽ മതി. ഇവിടെ നമ്മൾ സോപ്പ് പൊടിയാണ് ഉപയോഗിക്കുന്നത്. സോപ്പ് ഓയിലും ഉണ്ട്. രണ്ടും ഇടയ്ക്കിടയ്ക്ക് മാറ്റി മാറ്റിയൊക്കെ യൂസ് ചെയ്യാറുണ്ട്.
കടിക്കണം നക്കണ ചെറുതായിട്ട് കടിക്കണം തന്നെ. കൈ നഖം ഇതായി വരണം കേട്ടോ എൻ്റെ. വിട് വിട് മതി മതി. ചേട്ടന് പോകാൻ ടൈമായി. പുള്ളിക്കാരൻ പോവുകയാണ്. ഇനി ഒരു ഉച്ച ഒരു 12 മണി 12:30 ആകുമ്പോഴത്തേക്കും വരും. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്ന് പോകുന്നുണ്ട്. എനിക്കധികം ബോറടിക്കാറൊന്നുമില്ല. ആ ടൈമിൽ ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാൻ വേണ്ടി നോക്കും. അപ്പോൾ അവസാനത്തെ പരിപാടി എന്ന് പറയുന്നത്, ഞാൻ ഇവിടെ വന്നതിന് ശേഷം ഒരു 120 ഒരു 110 ആപ്ലിക്കേഷനെങ്കിലും ജോബ് ആപ്ലിക്കേഷൻ അയച്ചിട്ടുണ്ടാവും. കാരണം നമ്മളെ നാട്ടിലെ പോലെയല്ല, നമ്മൾ വിചാരിക്കും ഇവിടെ വന്നാൽ പെട്ടെന്ന് ജോലി കിട്ടും എന്നുള്ള കാര്യം. പക്ഷേ അത്യാവശ്യം കുറച്ച് പാടാണ്. അതുകൊണ്ട് ഞാൻ ഇനി നെക്സ്റ്റ് വീക്ക് ഇപ്പം ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്ത് ജോബ് ആപ്ലിക്കേഷൻ അയക്കുന്നത് ദുബായിലെ സ്ഥലങ്ങളിലോട്ടാണ്. മസ്കറ്റ് അത്യാവശ്യം ഗ്രോത്ത് കുറവുള്ള ഒരു കൺട്രിയാണ്. അതുകൊണ്ട് ഞാൻ ദുബായിലാണ് മെയിൻലി കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നീഡിൽ കയറി ഞാൻ ഒരു ദിവസം 10 ആപ്ലിക്കേഷൻ വെച്ചാണ് അയക്കുന്നത്. അതിൽ എനിക്ക് ഇതുവരെയായിട്ടും ഒരു അഞ്ച് കമ്പനീസ് വരെ റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഒന്നിനും ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകാൻ പറ്റിയിട്ടില്ല. കാരണം എല്ലാം വാക്കിംഗ് ഇൻ്റർവ്യൂ ആണ്. അപ്പോൾ ഞാൻ നെക്സ്റ്റ് വീക്ക് ദുബായിലോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ആ ടൈമിൽ എനിക്ക് മാക്സിമം കവർ ചെയ്യണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഒരു മോർണിംഗ് വ്ളോഗ് എന്ന് പറയുന്നത്. ഇങ്ങനെയൊക്കെ ആയിരിക്കും മിക്ക ദിവസങ്ങളിലും. ചില ടൈമിൽ ഞാൻ ഭയങ്കര ടയേർഡായിരിക്കും. അപ്പോഴത്തേക്കും ഞാൻ ചേട്ടൻ പോയതിനു ശേഷം കയറി കിടന്ന് ഉറങ്ങാറാണ് പതിവ്. ഇപ്പം ഞാൻ ആ ഒരു ഉറക്കം, ആ ഒരു ലേസി മൈൻഡ് മൂഡൊക്കെ അത്യാവശ്യം കുറേ മാറ്റി വെച്ചിട്ടുണ്ട്. കുറേ റുട്ടീനൊക്കെ മാറ്റാനുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി ഞാൻ കൂടുതലായിട്ട് ലോങ് വീഡിയോസ് ഇടാൻ വേണ്ടി നോക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ വീണ്ടും കാണുന്നതായിരിക്കും. ബൈ.